ഇനിയുള്ളൊരു പ്രധാന ക്വസ്റ്റ്യൻ. ഇപ്പം ChatGPT, ജെമിനി ഇങ്ങനെയുള്ള ലാർജ് ലാംഗ്വേജ് മോഡൽസ് ഒക്കെ എല്ലാവരും ഇപ്പോൾ കൂടുതലായി ഉപയോഗിക്കുന്നു. അപ്പം നമ്മുടെ ഒരു പുതിയ തലമുറയെ അത് ഒന്നും കൂടി ഒരു ലേസി അല്ലെ, പൊതുവെ ഇപ്പം ഞാനൊക്കെ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഈ ഒന്ന് മെയിൽ ചെയ്യണമെങ്കിൽ പോലും ഇപ്പം ജസ്റ്റ് ഒന്ന് ഡ്രാഫ്റ്റ് ചെയ്ത് ChatGPT കൊടുത്ത് ചെയ്യേണ്ട അത്രയും ലേസിനെസ്സിലോട്ട് ഞാൻ മാറി. വ്യക്തിപരമായി ഞാൻ മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇനി വരുന്ന ഒരു ഫ്യൂച്ചർ നമ്മുടെ ജനറേഷൻസിന് ഇതൊന്നും കൂടെ അവരെ ലേസി ആക്കുമോ അതോ ഒന്നും കൂടെ അവരെ എക്സ്പെർട്ട് ആകുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ പൊതുവെ എല്ലാവർക്കും കാണുമോ ഈ ഒരു കൺഫ്യൂഷൻ? കണക്ക് കൂട്ടാൻ അറിയാവോ? അറിയാം. അല്ല, അത് കാൽക്കുലേറ്റർ വന്നതോടുകൂടി ആ അതും നമ്മൾ കുറച്ച് അതാ ഉഴപ്പായിട്ടുണ്ട്. അതാ ഞാൻ ചോദിച്ചത്. അതെ നമ്മള് ഈ പണ്ടത്തെ കാലത്ത് നമ്മുടെ ഒന്നും വീട്ടിലുള്ളവര് കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ടില്ലല്ലോ. നമ്മൾ സ്കൂളിൽ ഒരിടയ്ക്ക് എത്രാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിന് ശേഷം അതെ നമുക്കൊരു ഉപയോഗിക്കാനായിട്ടും ക്ലാസ് ടേബിളൊക്കെ ഉപയോഗിക്കാനായിട്ടും ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പം അതെ കുറച്ചും കൂടെ ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. കൊടുത്തിട്ടുണ്ട്. ആ അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും അപ്പം ആ ഒരു കാലഘട്ടത്തിൽ വരത്തില്ല, ഈ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഇതുവരെ കണക്കൂട്ടാൻ മടിയായിപ്പിക്കുമെന്ന്. മടിയൊക്കെ ആയിപ്പിക്കും, ഇല്ലെന്ന് അതെ ഞാൻ പറയുന്നില്ല. പറയുന്നു. പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കേണ്ടി ഡിപ്പെൻഡ് വരും, അതിൽ ഒരു സംശയമില്ല. പക്ഷെ എല്ലാവർക്കും ഇപ്പോൾ വേണ്ട എന്തുവാ, പെട്ടെന്ന് ഇപ്പം അതെ ലക്ഷ്മി ഇപ്പം അതിൽ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. സാധനം ചെയ്തു എന്നേ ഉള്ളൂ. എല്ലാവർക്കും ആരെങ്കിലും പെട്ടെന്ന് കാര്യം നടന്നു എന്നാണ് നോക്കുന്നത്. കാരണം ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് മാത്രം മതി അതെ എല്ലാവർക്കും. ആ ഒരു കാര്യങ്ങളിൽ പെട്ടെന്ന് സ്പീഡിൽ എവിടെ നിന്ന് ചെയ്യുന്നു, എവിടെ നിന്ന് കിട്ടുന്നു എന്ന് മാത്രമേ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ ചിന്തിക്കുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മൾ പണ്ടുള്ളവർ മറ്റേ എന്താ പറയുക, അമ്മിയിലും പിന്നെ ഇതിലുമൊക്കെ ചമ്മന്തി അരയ്ക്കുന്നു, അല്ലെങ്കിൽ ഒലക്ക കൊണ്ടടിച്ച് നെല്ല് ഇതാക്കുന്നു എന്ന് കരുതി ഇപ്പോഴത്തെ ഉള്ള അതെ ഹൗസ് അതെ വൈഫിൻ്റെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ മിക്സിയും ഗ്രൈൻഡറും വേണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ശരിയാവും? അതെ അതെ അത് ഒട്ടും പറ്റത്തില്ലല്ലോ. അതെ കാരണം കാലം പോകുന്നിടത്തോളം അത്രയും സ്പീഡിൽ പോയാലേ പറ്റുള്ളൂ. ഇപ്പം എല്ലാവരും മിക്സി, ഇപ്പം എന്താ പറയുക, ഇൻസ്റ്റൻറ്റ് വരെ വാങ്ങിക്കാൻ തുടങ്ങിയില്ലേ. അതെ ആ അതെ അപ്പം കാരണം ആർക്കും സമയമില്ല എന്ന് കരുതി മറ്റേതിന് രുചിയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്. ഉണ്ട്. അതിന് അതെ രുചിയുണ്ട്, നമ്മൾ അതെ സമ്മതിക്കുന്നു. അതെ അതെ പക്ഷെ എന്ന് കരുതി അതിനെ നമുക്ക് ഈ സമയം കളയാൻ പറ്റുന്നുണ്ടോ? പറ്റില്ല. അപ്പം അതാണ് മെയിൻ പ്രശ്നം. ഇപ്പം മടിയാക്കിപ്പിക്കില്ലെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആക്കിപ്പിക്കും. പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കാനായിട്ട് സമയമെടുക്കത്തില്ല. സമയമെടുക്കാൻ. അതെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ പണ്ട് നേരത്തെ ചിന്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എങ്ങനെ എഴുതണം, എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഒരു ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ ആകും.